മൂപ്പ മൂപ്പ നമ്മുടെ മാല വന്നേക്കണ്. അണക്കെട്ട് പണിയോർത്ത് അയാളും കൂടെയുണ്ട്. മാലയുടെ വേഷം കണ്ടപ്പോ തിരിച്ചറിയില്ല. പിന്നെ തങ്കം പോലൊരു കുഞ്ഞും കയ്യിലുണ്ട്. എന്റെ മനസ്സിലെ എനിക്ക് എന്റെ മോളെ കാണും. മോളെ മാലേ മാലേ എന്റെ മകളെവിടെ? കൊന്നു മുപ്പ. ഞാൻ അവളെയും കൊന്ന് അവനെയും കൊന്നു. ചതിച്ചോ ദ്രോഹികളെ. എന്റെ മോനെ മോനെ. അന്നത്തെ ആ കുഞ്ഞാണ് നിങ്ങൾ. രവി സാറിനെ വാർത്തു വെച്ചതുപോലുണ്ട് കുഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോ ഞാൻ സൂക്ഷിച്ചു നോക്കിയത്. ഈ കഥകളൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിരിക്കട്ടെ, രാജന്റെ അമ്മയുടെ അച്ഛൻ മുനിയാണ്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇപ്പോഴും കുരുതിയും കൊലയും ഒക്കെ ഉണ്ടോ? അതൊക്കെ പോയില്ലേ. അവരിൽ ഭൂരിഭാഗം പേരും ക്രമേണ പരിഷ്കൃത രോഗവുമായി ഇറങ്ങിച്ചേർന്ന് ഈ ഡാമിന്റെ ജോലിക്കാരായി മാറി. കുറെ പേര് ഇപ്പോഴും കാട്ടിൽ തന്നെ കഴിയുന്നു. ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ മാർഗം? നമുക്ക് പോകാമല്ലോ. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോകണം. മറ്റന്നാളെ ഞങ്ങൾ സ്ഥലം വിടുകയാണ്. നാളെ തന്നെ പോകാം. ഈ അണക്കെട്ട് വന്നതുകൊണ്ട് പണ്ട് അവര് താമസിച്ച സ്ഥലം എല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി. ഇപ്പൊ ഒരു പുതിയ സ്ഥലത്താണ് താമസിക്കുന്നത്. പണ്ടത്തെ പ്രതാപശാലിയായ ആ കാട്ടുരാജാവിനെ ഇന്നൊന്ന് കാണാം.